ഹായ് ഗൈസ്. സോ നമ്മൾ ലാസ്റ്റ് കുറച്ച് വീഡിയോസിൽ നമ്മൾ കൂടുതലും വർക്ക് ചെയ്ത് ഡോം റിലേറ്റഡ് ആയിട്ടാണ് അല്ലേ. ഇനി നമ്മൾ ഡോമൊക്കെ വിട്ടിട്ട് നമ്മൾ അടുത്ത കൺസെപ്റ്റിലേക്ക് പോകാം. അതാണ് അറേസ് അല്ലെങ്കിൽ ഐട്രേബിൾസ്. അറേസ് ആൻഡ് ഐട്രേബിൾസ് ആക്ച്വലി. ഓക്കെ, ഇട്രേബിൾസ് എന്ന് പറയാം അല്ലെങ്കിൽ ഐട്രേബിൾസ് എന്ന് പറയാം. സോ അറേസ് നമുക്ക് ഓൾറെഡി യൂസ് ചെയ്തിട്ട്, പക്ഷേ നമുക്ക് ബേസിക് ലെവൽ മാത്രമാണ് നമ്മൾ വർക്ക് ചെയ്തത് അറേസിന് മുമ്പുള്ളത്. ആക്ച്വലി അറേസിൽ ഒരുപാട് കൂൾ കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ ഡിഫറെൻറ്റ് വേസ് ടു ക്രിയേറ്റ് അറേസ്, അതിന് മാനിപ്പുലേറ്റ് ചെയ്യാം, പിന്നെ ആഡ് അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റാം, പിന്നെ ബിഹേവിയർ എന്താണെന്ന് ചെക്ക് ചെയ്യാം, അങ്ങനെ കുറച്ചധികം പരിപാടികളുണ്ട്. സോ ബേസിക്കലി നമ്മളിപ്പോൾ ഈ കുറച്ച് വീഡിയോസിൽ നമ്മൾ എന്തായിരിക്കും കവർ ചെയ്യണമെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് വേസ് ഓഫ് ക്രിയേറ്റിംഗ് അറേസ് ആണ്. ഓക്കെ, പിന്നെ അതിന് ശേഷം നമ്മൾ അറേസിനെ എങ്ങനെ വർക്ക് ചെയ്യാം, എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതൊക്കെ ഗോത്രൂ ചെയ്യണം. പിന്നെ അറേ മെത്തേഡ്സ് ഉണ്ട്, അത് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ ട്രാൻസ്ഫോം, സമ്മറൈസ്, സോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം മെത്തേഡ് ഉണ്ട്, അത് ചെക്ക് ചെയ്യണം. പിന്നെ ഫൈനലി അതർ ഐട്രേബിൾസ് മാപ്സ്, സെറ്റ്സ് എന്താണെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. പ്ലസ് ഐട്രേബിൾ എന്ന വേർഡ് ആക്ച്വലി എന്താണ് എന്നുള്ള ക്ലാരിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, സോ വാട്ട്സ് എൻ ഇറ്ററബിൾ ഇൻ ജാവാസ്ക്രിപ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, സോ അത് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്ററബിൾ ടെക്നിക്കലി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആൻ ഒബ്ജക്റ്റ് that implements the iterable protocol that has an @iterator method. സോ ഇവിടെ സിമ്പിൾ ഡോട്ട് ഐറ്ററേറ്റർ ബേസിക്കലി നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് സിമ്പിൾ ഡോട്ട് ഐറ്ററേറ്റർ എന്ന് പറഞ്ഞിട്ട്. സോ എന്നൊക്കെ കേട്ടാൽ പേടിക്കേണ്ട, അത് സിമ്പിൾസ് ജാവാസ്ക്രിപ്റ്റ് സ്പെഷ്യൽ ടൈപ്പാണ്, അത് നമ്മൾ ലേറ്റർ കവർ ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഹ്യൂമൻ ഫ്രണ്ട്ലി ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ ഇഫ് യു ക്യാൻ യൂസ് ഫോർ ഓഫ് ലൂപ്പ് ഇറ്റ്സ് എൻ ഐറ്ററബിൾ. ആക്ച്വലി ഫോർ ഓഫ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് ഐറ്ററബിൾ ആണ്. ഇറ്ററബിൾ എനിക്ക് അത് എക്സാക്റ്റ് അറിയില്ല പ്രൊനൗൺസ് ചെയ്യാൻ എന്താണെന്നുള്ളത്. സോ സംഭവം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുകയാണ്. ഓക്കെ, അത് ഫോർ ഓഫ് ലൂപ്പ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാ സംഭവം ഐറ്ററബിൾ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ നമ്മൾ അറേസും ഫോർ ഓഫ് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടല്ലേ, പക്ഷേ അറേസിൽ മാത്രമല്ല നമ്മൾ ഇറ്ററബിളും ഉണ്ട്. പിന്നെ അതർ ഇറ്ററബിൾ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ഡോമിൽ വർക്ക് ചെയ്തപ്പോൾ നോട്ട് ലിസ്റ്റ് കണ്ടിട്ടില്ലേ, അത് സ്ട്രിങ്, മാപ്പ്, സെറ്റ്. സോ അതൊക്കെ ഒരു എക്സാമ്പിളാണ് ആക്ച്വലി ഇതിൻ്റെ. പിന്നെ ബേസിക്കലി ഇറ്ററബിൾ എന്ന് പറഞ്ഞാൽ ഫോർ ഓഫ് ലൂപ്പ് പോസിബിൾ ആണ്, ബട്ട് ഇത് അറേസ് ആയിട്ടൊരു ബന്ധമില്ല ആക്ച്വലി. ഓക്കെ, ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു അറേ. നമുക്കറിയാം അറേ ആയിട്ടൊരു വലിയ ബന്ധമൊന്നുമില്ല. പിന്നെ നമുക്ക് അറേ ലൈക്ക് ഇറ്ററബിൾ എന്ന് നെസസറിലി അല്ല, ബട്ട് വേണമെങ്കിൽ പറയാം അറേ ലൈക്ക് ഇറ്ററബിൾ ആണെന്ന് പറയാൻ പറ്റും. പിന്നെ മറ്റൊരു ടൈമാണ് ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തത് അറേ ലൈക്ക് എന്ന് പറഞ്ഞിട്ട്. സോ ഐറ്ററബിളും അറേ ലൈക്ക് ഡിഫറെൻറ്റ് കൺസെപ്റ്റ് തന്നെയാണ്, ബോത്ത് ആർ ഒഫീഷ്യൽ ടൈംസ്. അറേ ലൈക്ക് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതൊരു ഹ്യൂമൻ ഡെഫിനിഷൻ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എനി ഒബ്ജക്റ്റ് ദാറ്റ് ഹാസ് എ ലെങ്ത് പ്രോപ്പർട്ടി, ഓക്കെ, ആൻഡ് യൂസ് ഇൻഡെക്സ് ടു ആക്സസ് ഐറ്റംസ്. സോ ഏതെങ്കിലും പ്രോപ്പർട്ടിക്ക് ലെങ്ത് പ്രോപ്പർട്ടി ഉണ്ടോ, അല്ലെങ്കിൽ പിന്നെ അതിനെ ഇൻഡെക്സ് വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റണോ എന്ന് വെച്ചാൽ അത് അറേ ലൈക്ക് ഒബ്ജക്ട്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് എവറി അറേ ലൈക്ക് ഒബ്ജക്ട്സ് ഇസ് എൻ അറേ. എല്ലാ അറേ ലൈക്ക് ഒബ്ജക്ട്സും അറേ അല്ല കേട്ടോ ആക്ച്വലി. സോ നമ്മൾ അതുകൊണ്ടാണ് അവരെ അറേ ലൈക്ക് എന്ന് തന്നെ പറയുന്നത്. എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു നോട്ട് ലിസ്റ്റ്, സ്ട്രിങ്. സോ ഇവ ബേസിക്കലി രണ്ടിലും ലെങ്ത് ഉണ്ട്, ഇൻഡെക്സ് വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ അറേ ലൈക്ക് എന്ന് പറയുന്നത്, ലുക്സ് ലൈക്ക് ആൻ അറേ എന്ന് പറഞ്ഞത്. ബട്ട് ആക്ച്വലി അത് റിയൽ അറേസ് അല്ല. ഓക്കെ, ബിക്കോസ് റിയൽ അറേസിന് സ്പെഷ്യൽ ബിഹേവിയേഴ്സ് ഉണ്ട്, പിന്നെ കുറച്ചധികം അറേ മെത്തേഡ്സ് ഉണ്ട്, ലൈക്ക് മാപ്പ്, ഫിൽട്ടർ, റെഡ്യൂസ്, ഫൈൻഡ്, സോർട്ട്, അങ്ങനെ കുറച്ചധികം മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അത് നോട്ട് ലിസ്റ്റിലോ സ്ട്രിങ്ങിലോ സെയിം വേയിൽ കിട്ടണമെന്നൊന്നുമില്ല. സം മെത്തേഡ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ബിഹേവിയർ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഈവൻ ദോ നോട്ട് ലിസ്റ്റ് ക്യാൻ ഐറ്ററേറ്റബിൾ, നോട്ട് ലിസ്റ്റ് ക്യാൻ ബി അറേ ലൈക്ക്, സ്റ്റിൽ നോട്ട് ലിസ്റ്റ് ഈസ് നോട്ട് ആൻ അറേ. സോ നോട്ട് ലിസ്റ്റ് നമുക്ക് അറേ ലൈക്ക് തോന്നുമെങ്കിൽ നോട്ട് ലിസ്റ്റ് ആക്ച്വലി പ്രോപ്പർ അറേ അല്ല. സോ ഗൈസ്, ഡെഫിനിഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതൊരു നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് കൊടുത്തിരുന്നു, ടോപ്പിക്ക് ജസ്റ്റ് വച്ചിരുന്നത്. ഇനി നമുക്ക് അറേസിലേക്ക് കുറച്ച് ഡീപ്പ് ഡൈവ് ചെയ്യാം. എന്താണ് അറേസ് എന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ എങ്ങനെ അറേസ് ഡിഫറെൻറ്റ് വേസിൽ ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെ, പിന്നെ ബിഹേവിയേഴ്സ് എന്താണ് എന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഗോ ത്രൂ ചെയ്യാം. സോ ഇത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഇത് ജസ്റ്റ് ഓവറോൾ ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് ഞാനത് എടുത്തു വെച്ചിരുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് എ ലോട്ട്.